ഇപ്പോൾ ഏജനറ്റ് ന്യൂസിനൊപ്പം ചേരുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ OK വാസു മാസ്റ്ററാണ്. പുതിയ സർക്കാർ വന്നതിൻ്റെ ഉൾപ്പെടെ സാഹചര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഏകദേശമായ രൂപത്തിലുള്ള പദ്ധതികൾ, അതിനെ സംബന്ധിച്ച് വാസു മാഷ് നമ്മളോട് വിശദീകരിക്കുകയാണ്. മാഷേ നമസ്കാരം. ഇപ്പോൾ പുതിയ സർക്കാർ ഭരണത്തിൽ വന്നു. മലബാർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം, സർക്കാരിനും പുതിയ പദ്ധതികളുണ്ടാവും. മലബാർ ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഈ പുതിയ സാഹചര്യത്തിൽ എന്തൊക്കെ പദ്ധതികളാണ് മനസ്സിലുള്ളത്? അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ചകൾ നിലവിൽ നടന്നിട്ടുണ്ടോ? കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. അപ്പോൾ അവർക്കെല്ലാം നല്ല സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ട മലബാർ ദേവസ്വം ബോർഡിന് പരാധീനതകളും പരിമിതികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ മലബാർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 2008 ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ ഇന്നും ദേവസ്വം ബോർഡിന് സ്വന്തമായിട്ടൊരു ആസ്ഥാനം വന്നിട്ടില്ല. അപ്പോൾ വാടക കെട്ടിടത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ട് ഹൗസ് ഫെഡിൻ്റെ ബിൽഡിങ്ങിൽ 1,75,000 രൂപ മാസ വാടക കൊടുത്തിട്ടാണ് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ കോഴിക്കോട് സർക്കാരിന് ധാരാളം സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിന് സ്ഥലമുണ്ട്. ദേവസ്വം ബോർഡിന് ഓഫീസ് ഉണ്ടാക്കാൻ മാറി മാറി വരുന്ന എല്ലാ മന്ത്രിമാരോടും ഞങ്ങൾ നിവേദനമായിട്ടും നേരിട്ട് കണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും അതിനു വേണ്ടിയുള്ള ഒരു പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ കൊട്ടിയൂരിൽ വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ മലബാർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ഒരു ഏകീകരണ സ്വഭാവത്തിലേക്ക് വരണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ഉയരുന്നത് കേൾക്കാം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പൊതുവായി അങ്ങയുടെ അഭിപ്രായം അതേ സംബന്ധിച്ച് എന്താണ്? ആ ജനങ്ങളുടെ ആ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുകയാണ്. കാരണം എല്ലാ ക്ഷേത്രങ്ങളും, കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള ക്ഷേത്രങ്ങൾ 5 ദേവസ്വം ബോർഡുകൾ ഭരിക്കുകയാണ്. അപ്പോൾ ചിലവ് ചുരുക്കാം, അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം, ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളിൽ നല്ല ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഏകീകൃത ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പലവിധ, ഇപ്പോൾ ശമ്പള വേതന വ്യവസ്ഥകൾ, അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളുടെ കാര്യങ്ങൾ, പലപ്പോഴും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന യൂണിയനുകളടക്കം പലപ്പോഴും അവരുടെ സമ്മേളനങ്ങളിലൊക്കെ പല പ്രമേയങ്ങളുടെയും ഭാഗമായി വാർത്തകൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജീവനക്കാർ അത്ര വലിയ ഒരു വിഷയം നേരിടുന്നുണ്ടോ? അത് പരിഹരിക്കാൻ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മലബാർ ദേവസ്വം ബോർഡിൽ 1470 അമ്പലങ്ങളാണുള്ളത്. അതിൽ 7000-ഓളം ജീവനക്കാരുണ്ട്. വിവിധ യൂണിയനുകളും പ്രവർത്തിക്കുന്നുണ്ട്. CIT ഉണ്ട്, INTUC ഉണ്ട്, അതുപോലെ തന്നെ AITUC ഉണ്ട്, പിന്നെ VMS ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ ചില അമ്പലങ്ങളിലെ ജീവനക്കാർ വളരെ തുച്ഛമായ വേതനം പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ, ഒരമ്പലം ഒരു യൂണിറ്റാണ്. ആ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളിൽ നിന്ന് അമ്പലത്തിന് ലഭിക്കുന്ന വരുമാനത്തിൽ ഈ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നതും പൂജകൾക്ക് ആവശ്യമായിട്ടുള്ള ചിലവും എല്ലാ കാര്യങ്ങളും അവിടുത്തെ വരുമാനത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചില അമ്പലങ്ങളിൽ വരുമാനം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ അമ്പലങ്ങളെ ഞങ്ങൾ ഗ്രേഡ് തിരിച്ചിട്ടുണ്ട്, ABCD എന്നുള്ള ആൾക്ക്. അപ്പോൾ അതുകൂടാണ്ട് A ഗ്രേഡിന് മുകളിലുള്ള സ്പെഷ്യൽ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലങ്ങളുണ്ട്. അതിൽ സമ്പന്നമായ അമ്പലങ്ങളുണ്ട്, അതേസമയം ദരിദ്രമായിട്ടുള്ള അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഈ ദരിദ്ര അമ്പലങ്ങൾ D ഗ്രേഡ്, C ഗ്രേഡ് അമ്പലങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം ആ അമ്പലത്തിലെ വരുമാനത്തിൽ നിന്ന് ഒരു മാസം എത്ര അവർക്ക് കൊടുക്കാനാവും, ബാക്കി വരുന്ന തുക സർക്കാർ ദേവസ്വം ബോർഡിന് ഗ്രാൻഡ് തന്നിട്ട് ആ ഗ്രാൻഡിൽ നിന്നാണ് ഇവർക്ക് കുടിശ്ശികയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ശമ്പള കുടിശ്ശിക. അപ്പോൾ ഈ ബഹുഭൂരിപക്ഷ അമ്പലങ്ങൾക്ക് സ്വന്തമായിട്ട് ശമ്പളം കൊടുക്കാനുള്ള വരുമാനമില്ല. വളരെയധികം അന്തരങ്ങളും പ്രയാസങ്ങളും ഈ മലബാർ ദേവസ്വം ബോർഡിൽ ജീവനക്കാർ അനുഭവിക്കുന്നുണ്ട്. ഓരോ അമ്പലത്തിലെയും വരുമാനം അവരുടെ അക്കൗണ്ടിലാണ് വരുന്നത്. ഭാരത് സാർ പറയുന്നത് പോലെ അപ്പാട് അമ്പലത്തിലെ വരുമാനം സർക്കാർ കൊണ്ടുവന്നു, ഹജ്ജിന് പോകുന്ന കൊടുക്കുന്നു എന്ന് പറയുന്നതൊന്നും ശരിയല്ല. ഇത് അതാത് അക്കൗണ്ടിൽ പോവാണ്. അപ്പോൾ ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അമ്പലത്തിലേക്ക് കൊടുക്കാനോ മറ്റൊരു സംവിധാനത്തിലേക്ക് കൊടുക്കാനോ ഒരു അമ്പലത്തിന് അധികാരമില്ല. ഈ നിയമത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തണം. അതുപോലെ തന്നെ ഈ എല്ലാ അമ്പലങ്ങളുടെയും വരുമാനം ഒരു പൂളിൽ വരത്തക്ക രീതിയിൽ, ഇപ്പോൾ ഓരോരോ അമ്പലം ഭരിക്കുന്നത് ട്രസ്റ്റിമാരാണ്. അതാത് അമ്പലത്തിലെ വരുമാനം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലെയും വരുമാനം ഒരു പൂളിൽ വന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുക്കുന്നത് പോലെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊടുക്കുന്നത് പോലെ, പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൊടുക്കുന്നത് പോലെ എല്ലാ ജീവനക്കാർക്കും കൃത്യമായി മാസം 1-ാം തീയതി ശമ്പളം കൊടുക്കാനാവും.
അത്യാവശ്യമായിട്ട് മലബാർ ദേവസ്വം ബോർഡിന് സർക്കാർ ചെയ്തു തരേണ്ടത് ഒരു ലാൻഡ് ട്രിബ്യൂണൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സർവേ ടീം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ഒരു ലാൻഡ് കൺസർവൻസി യൂണിറ്റും. ഈ 3 യൂണിറ്റ് മലബാർ ദേവസ്വം ബോർഡിന് തന്നാൽ ഒരു സർക്കാരിനും തലവേദന ഉണ്ടാവില്ല. സുന്ദരമായിട്ട് ഈ ദേവസ്വം ബോർഡ്, കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡായിരിക്കും. വളരെയധികം നന്ദി.